പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. നമുക്കറിയാം, അത്യന്തം അസാധാരണവും നിർഭാഗ്യകരവുമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ നാട്ടിലെ കേരള സിലബസിലൂടെ പഠിച്ച് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം എഴുതി നല്ല റിസൾട്ട് വാങ്ങിക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾ ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം റിസൾട്ട് വന്ന ശേഷം നമ്മൾ നോക്കുമ്പോൾ ഈ കേരള സിലബസിലൂടെ പഠിച്ചു വന്ന കുട്ടികളെ ഒരു തീണ്ടാപ്പാട് അകലെ നിർത്തിയിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. മുഴുവൻ മാർക്കും വാങ്ങിച്ചാൽ പോലും എൻട്രൻസിന്റെ പെർസെൻറ്റേജിൽ 100, അതുപോലെ തന്നെ നമ്മുടെ ബോർഡ് എക്സാമിന്റെ മാർക്ക് 360-ൽ 360 വാങ്ങിച്ചിട്ട് പോലും ടോപ്പ് റാങ്കുകളിൽ എങ്ങും കേരള സിലബസിലൂടെ പഠിച്ചു വന്ന വിദ്യാർത്ഥികൾക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യം. എന്താണ് ഇങ്ങനെ ഒരു അവസ്ഥ? നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഈ ഒരു അവസ്ഥ ഈ വർഷത്തിലെ മാത്രം പ്രത്യേകതയല്ല. മുൻ വർഷങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ 30-ലധികം മാർക്കിന്റെ ഡിഡക്ഷൻ സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്ക് വന്നിട്ടുള്ള കാലങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം, ഈ സ്റ്റാൻഡർഡൈസേഷൻ പ്രൊസീജിയർ, ഈ നോർമലൈസേഷൻ പ്രൊസീജിയറിൽ എന്തെങ്കിലും പന്തികേട്, എന്തെങ്കിലും പ്രശ്നം ഈ പ്രൊസീജിയറിലുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ കേരളത്തിന് പുറത്തേക്കൊന്ന് നോക്കിയാൽ, ഇപ്പോൾ IIT JEE ഇതിനു മുമ്പ് അവർ ആക്ച്വലി ബോർഡ് എക്സാമിന് മാർക്ക് ഇൻക്ലൂഡ് ചെയ്ത് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരുന്നു ഒരു കാലഘട്ടത്തിൽ, 2013-16 കാലഘട്ടത്തിൽ. പക്ഷേ അവർ വളരെ വേഗം തന്നെ തെറ്റ് തിരിച്ചറിഞ്ഞ് അത് വിഡ്രോ ചെയ്യുകയാണ് ഉണ്ടായത്. 2016 എത്തിയപ്പോഴേക്കും ഒരു വളരെ എക്സ്പേർട്ട് പാനലിന്റെ സ്റ്റഡീസിന്റെ റിപ്പോർട്ടിന്റെ പ്രകാരം ബോർഡ് എക്സാമിന്റെ മാർക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരണം അവർ അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. അവിടെ പെർസെൻറ്റേജ്, അതായത് ആനുപാതികമായിട്ട് എടുത്തുകൊണ്ടിരുന്ന എൻട്രൻസിന്റെ മാർക്ക് 60%, ബോർഡ് എക്സാമിന്റെ മാർക്കിന് 40% വെയിറ്റേജ് മാത്രമായിരുന്നു നോർമലൈസേഷന് ശേഷം അവർ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് 50-50 അനുപാതത്തിലാണ് കേരള എൻട്രൻസിന്റെ മാർക്കും അതുപോലെ തന്നെ ബോർഡ് എക്സാമിന്റെ മാർക്കും ഇവിടെ റാങ്ക് ലിസ്റ്റിന് വേണ്ടിയിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഒരു ഏറ്റക്കുറച്ചിലും ചെറിയൊരു അപാകതയും ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ IIT JEE ഇത് വേണ്ടെന്ന് വെച്ചുവെങ്കിൽ അതിന് കൃത്യമായ ചില കാരണങ്ങൾ ഉണ്ടാവണ്ടേ? ഇതിനകത്ത് പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം, കേരള സിലബസിലൂടെ പഠിച്ചു വന്ന ഒരു കുട്ടി ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന് 360-ൽ അവൻ ജസ്റ്റ് പാസ്സാന്ന് വിചാരിക്കുക, അവൻ ഔട്ട് ഓഫ് 360 അവൻ സ്കോർ ചെയ്തത് ഏറ്റവും നിയർ പാസിംഗ് പെർസെൻറ്റേജ് ആണെങ്കിൽ അങ്ങനെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവനെ കൊണ്ട്, കാര്യം ഇതുപോലെ മാർക്കുകൾ വാരിക്കോരി ചൊരിയുന്ന ഒരു കാലഘട്ടത്തിൽ പാസ്സായ ആ ആള് ജസ്റ്റ് പാസ്, നിയർ പാസ്സേ ഉള്ളുവെങ്കിൽ അവനെ കൊണ്ട് CBSE എക്സാം എഴുതിപ്പിക്കുമ്പോൾ അവൻ അവിടെ പാസ്സാവാതിരിക്കാനാണ് സാധ്യത കൂടുതലെന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് വളരെ 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 ഒബ്വിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നേരെ മറിച്ച് ഇവിടെ 360-ൽ ഒരു പരീക്ഷ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൽ നടത്തിയിട്ട് അതിൽ ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാത്ത കുട്ടികളുണ്ട്. അവർ ഫുൾ മാർക്ക് സ്കോർ ചെയ്ത കുട്ടികളാണ്. അപ്പം ഒരു വളരെ ഔട്ട്സ്റ്റാൻഡിങ് മാർക്സ് സ്കോർ ചെയ്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിന് മേലെ ചലഞ്ച് കൊടുത്താൽ അവർ ചെയ്യുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ല. 100-ൽ ഏറ്റവും നല്ല ക്വസ്റ്റ്യൻസ്, ഈ 100-ൽ കൊടുത്ത ക്വസ്റ്റ്യൻസ് മുഴുവനായിട്ടും ആൻസർ ചെയ്ത കുട്ടികൾ അതിലേക്കാട്ടിലും ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതേ കുട്ടികളെ പിടിച്ചുകൊണ്ട് CBSE എക്സാം എഴുതിപ്പിച്ചാലും അവർ ഒരു പക്ഷേ ഫുൾ മാർക്ക് സ്കോർ ചെയ്തേക്കാം. അവരത് സ്കോർ ചെയ്യില്ല എന്ന് നമുക്ക് ഈ ഇക്വേഷന്റെ ബേസിസിൽ ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഈ ഇക്വേഷൻ ഏറ്റവും വലിയ ലിമിറ്റേഷൻ. കാരണം 360-ൽ വാങ്ങിച്ച ആള് 300-ലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ 300-ൽ 300 അല്ല ആയത്, 300-ൽ 273 ഒക്കെയാണ് അവർക്ക് കിട്ടിയ മാർക്സ്. അപ്പോൾ ഈ 27 മാർക്സ്, 26 മാർക്സിന്റെ ഒക്കെ ഡിഫറൻസ് എങ്ങനെ വന്നു? ടോട്ടലി നിങ്ങൾ നോക്കുമ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് വരുന്ന നഷ്ടം ഒറ്റയടിക്ക് അറിയണമെങ്കിൽ 12.17 മൈനസ് 0.11 മാത്സിലെ മാർക്സ് ഇൻ മാത്സ് പ്ലസ് 0.1538 ഫിസിക്സിലെ മാർക്ക് പ്ലസ് 0.10209 കെമിസ്ട്രിയിലെ മാർക്ക്, ഇത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തത്തിലുണ്ടായ നഷ്ടം എത്രയെന്ന് മനസ്സിലാക്കും. അതായത് നിങ്ങൾക്ക് കിട്ടിയത് ഫുൾ മാർക്സ് ആണെങ്കിൽ, അതായത് 100-ൽ 100 മാർക്കുമാണ് നിങ്ങൾക്ക് കിട്ടിയത്. ഇൻഫാക്ട് അത് 120-ലാണ്, പക്ഷേ 120-നെ 100-ലേക്ക് കൺവേർട്ട് ചെയ്യുക. സോ 100 കിട്ടി, ഇവിടെയും 100 കിട്ടി, ഇവിടെയും 100 കിട്ടി എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെയും നിങ്ങൾ 100 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നിങ്ങൾക്ക് വന്ന ടോട്ടൽ നഷ്ടം എന്ന് പറയുന്നത് ഏകദേശം 27 മാർക്സ് ആണ്. അപ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെടുന്നുണ്ടാവും, നിങ്ങൾ എത്ര മാർക്ക് വാങ്ങിച്ചിരുന്നെങ്കിൽ, ഫുൾ മാർക്ക് വാങ്ങിച്ച ആൾക്ക് 26-27 മാർക്ക് നഷ്ടം വന്നു. അപ്പോൾ എത്ര മാർക്ക് വാങ്ങിച്ചിരുന്നുവെങ്കിലാണ് എൻട്രൻസിന് 1ാം റാങ്ക് കിട്ടാൻ സാധിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് മാത്സ് 100-ൽ എത്ര മാർക്ക് വാങ്ങിക്കണം? 107 മാർക്ക് വാങ്ങിച്ചിരുന്നെങ്കിൽ, ഫിസിക്സ് 100-ൽ 112 മാർക്ക് വാങ്ങിച്ചിരുന്നുവെങ്കിൽ, കെമിസ്ട്രി 100-ൽ 108 മാർക്കും വാങ്ങിച്ചിരുന്നുവെങ്കിൽ കേരള സിലബസിൽ ഒരു കുട്ടിക്ക് ഇത് 3 ആഡ് ചെയ്യുമ്പോൾ ഏകദേശം 328 മാർക്ക് അവൻ വാങ്ങിക്കണമായിരുന്നു. എത്രയിലാണ്? 300-ൽ 328 മാർക്ക് സ്കോർ ചെയ്തിരുന്നുവെങ്കിൽ എന്താണ് ഈ കുട്ടിക്ക് ഡിഡക്ഷൻ ശേഷം, ആ സമയത്ത് ടോട്ടൽ നഷ്ടം എന്ന് പറയുന്നത് ഏകദേശം 28 മാർക്കായിരിക്കും. ഡിഡക്ഷൻ ശേഷം 328-ൽ നിന്ന് 28 മാർക്ക് നഷ്ടപ്പെടുമ്പോൾ 300 മാർക്ക് സ്റ്റാൻഡർഡൈസ്ഡ് മാർക്കായിട്ട് കിട്ടും. അതായത് എൻട്രൻസിന് ബോർഡ് എക്സാമിലുള്ള കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന 300-ൽ 300 ആവണമെങ്കിൽ നിങ്ങളുടെ ബോർഡ് എക്സാമിന് 328 എന്ന സ്കോറാണ് നിങ്ങൾ നേടേണ്ടത്.
വിച്ച് ഈസ് കംപ്ലീറ്റ്ലി ഇമ്പോസിബിൾ. ഇപ്പോൾ ഇത്രയും മാർക്ക് സക്കീർ ഭായിക്ക് നേടാൻ സാധിക്കുമോ എന്ന് ചോദിക്കേണ്ടി വരും. പക്ഷേ ഇത്തരത്തിൽ അസ്യൂം ചെയ്യുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കേണ്ടതുണ്ട്, ഈ രണ്ട് ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവാണ് എന്ന് നമ്മൾ ഉറപ്പിക്കേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ വരുന്ന ഏറ്റവും വലിയ വിഷയം, നമ്മുടെ കേരള സിലബസിൽ എഴുതിയ കുട്ടികളുടെ റിസൾട്ട്സ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ആ ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ആണെന്ന് നമുക്ക് 100% ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം എന്താണ്, ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അറിയുന്നവർക്ക് മനസ്സിലാവും എന്താണ്, ഒരു മീഡിയൻ മാർക്ക് ഉണ്ടാവും അല്ലേ, മീഡിയൻ മോഡ് എല്ലാം സെയിം സിമെട്രിക് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആണ് നോർമൽ എന്ന് പറയും. കുറവ് മാർക്കുള്ളവരുടെ എണ്ണം കുറവാണ്, വളരെ കൂടുതൽ മാർക്ക് ഉള്ളവരുടെ എണ്ണം കുറവാണ്. അപ്പോൾ അങ്ങനെ ഒരു ബെൽ കർവാണ് നമ്മൾ കാണാറുള്ളത്. ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാലും, നിങ്ങൾക്ക് ഓൺലൈനിൽ സെർച്ച് ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണാം. പക്ഷേ ഇതേ ഡിസ്ട്രിബ്യൂഷൻ ആ പർട്ടിക്കുലർ ഫീച്ചേഴ്സ് ഉള്ള ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലാണ് നമുക്ക് ഈ പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുക. നേരെ മറിച്ച് നമ്മൾ കേരള സിലബസിൻ്റെ റീസെൻറ്റ് ട്രെൻഡ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ബെൽ കർവ്, ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കർവ് വളരെയധികം സ്ക്യൂഡ് ആയിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് മാർക്ക് സ്കോർ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്, കൂടുതൽ ആൾക്കാർ നല്ല മാർക്സാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. കാര്യം ആവറേജ് പരിശോധിച്ചാൽ തന്നെ ആവറേജ് ഒരു 2 വർഷം മുമ്പ് 80+, 83, 84 ഒക്കെ ആവറേജ് വന്ന വർഷം ഉണ്ട് 2 വർഷം മുമ്പ്. ഈ വർഷം അത് 74, 75, 76 ആ റേഞ്ചിലാണ്. അപ്പോൾ ഇത്രയധികം വലിയ ഒരു മാർക്ക് ശരാശരിയായിട്ട് നിൽക്കുമ്പോൾ അവിടെ ഫുൾ മാർക്ക് വാങ്ങിച്ച ആൾ ഈ ശരാശരിയെക്കാട്ടിലും അധികം ഉയരത്തിലല്ല എന്നുള്ളതാണ് ഈ ഫുള്ള് മാർക്ക് വാങ്ങിച്ച ആൾ ചെയ്ത കുറ്റം. പറഞ്ഞ മനസ്സിലായി, ഈ മാത്തമാറ്റിക്കൽ റൂൾ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഈ ആവറേജുകാരനെക്കാട്ടിലും അധികം ഉയരത്തിലല്ല ഇയാൾ, അതുകൊണ്ടാണ് അയാൾ സഫർ ചെയ്യേണ്ടി വരുന്നത്. നേരെ മറിച്ച് CBSE പോയി കഴിഞ്ഞാൽ ഇത്രയും അല്ല അവിടുത്തെ ആവറേജ്. അവിടുത്തെ ആവറേജ് വളരെ കുറവാണ്. അവിടുത്തെ ആവറേജ് 65, 66 അല്ല 68 ആ റേഞ്ചിലൊക്കെയാണ് ആവറേജ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ടോപ്പറായെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഡെഫിനറ്റ്ലി പരീക്ഷ, ഈ ആവറേജ് സൂചിപ്പിക്കുന്ന എന്താണ്, പരീക്ഷയുടെ ടഫ്നെസ് ആണ്. അപ്പോൾ ആവറേജ് മാർക്ക് 68 ഉള്ളുവെങ്കിൽ പരീക്ഷ അത്രമാത്രം ടഫാണ്. എന്നിട്ടും അവിടുത്തെ ആൾ ഫുൾ മാർക്ക് സ്കോർ ചെയ്തുവെങ്കിൽ ആ ആൾ തീർച്ചയായും മിടുക്കനാണെന്നുള്ള ഒരു അസംഷനിലാണ് ആ ആൾക്ക് ഫുൾ മാർക്കും കേരള സിലബസിൽ എഴുതിയ ആൾക്ക് ഫുൾ മാർക്ക് കൊടുക്കാതെയും വരുന്നത്. ഈ കൺവേർഷനകത്ത് ഈ ഒരു ഡിസഡ്വാൻറ്റേജ് അയാൾക്ക് വരുന്നത്. പക്ഷേ ഈ ചോദ്യം അപ്പോഴും പ്രസക്തമാണ്. ഈ ഫുൾ മാർക്ക് വാങ്ങിച്ച ആളെ കൊണ്ട് ആ എക്സാം എഴുതിപ്പിച്ചെങ്കിലല്ലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഈ നോർമലൈസേഷൻ്റെ ബെനിഫിറ്റ് ശരിക്കും പറഞ്ഞാൽ കിട്ടുന്നത് കുറഞ്ഞ മാർക്സ് ഉള്ളവർക്ക് മാത്രമാണ്. ആവറേജിന് എബോവ് ആയിട്ട് സ്കോർ ചെയ്യുന്ന വളരെ നന്നായിട്ട് പഠിക്കുന്ന ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റുഡൻസിന് തീർച്ചയായും ഇതിനകത്ത് വലിയ നഷ്ടം തന്നെയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതേ സ്റ്റാൻഡർഡൈസേഷനും ഇതേ ബോർഡ് എക്സാം ഇൻകോപ്പറേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം IIT ജെയിൽ 2013 ഉണ്ടായിരുന്നു. അവരത് ഇൻകോപ്പറേറ്റ് ചെയ്തതിൻ്റെ കാരണങ്ങൾ അവർ വ്യക്തമാക്കിയിരുന്നു. അതിലൊന്നാമത് അവർ പറയുന്നത് ഹോളിസ്റ്റിക് അസസ്മെൻ്റ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസ് ഒരൊറ്റ ദിവസത്തെ മാജിക്കിലാണ് എൻട്രൻസിൽ വലിയ റാങ്ക് വരുന്നത്. പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോമൻസ് കാണിക്കുന്ന, നമ്മൾ ക്രിക്കറ്റേഴ്സിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ആവറേജ് അല്ലേ, ഒരുപാട് കാലത്തോളം ആ കൺസിസ്റ്റൻസി നിലനിർത്തുന്നവരാണ് വലിയ ബഹുമുഖ പ്രതിഭകളായിട്ട് നമ്മൾ പറയുന്നത് അല്ലേ. സച്ചിനെയും വിരാട് കോഹ്ലിനെ ഒക്കെ പറ്റി നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. ചിലർ വന്നൊരു പടക്കമൊക്കെ പൊട്ടിച്ചിട്ടങ്ങ് പോകും അല്ലേ. പക്ഷേ ഈ പറഞ്ഞ പോലെ കൺസിസ്റ്റൻറ്റ് പെർഫോമൻസ് ചെയ്യുന്ന നല്ല പെർഫോമേഴ്സും ഉണ്ട്. അവർ ആ ഒരു ദിവസത്തെ പ്രഷർ ചിലപ്പം എക്സാം പ്രഷർ ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് അവരെ കൊണ്ട് ചിലപ്പോൾ ഇരിക്കത്തില്ല. പക്ഷേ അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് നന്നായിട്ട് 2 വർഷത്തിലുടനീളം പെർഫോം ചെയ്യുന്നവരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഒരു ബെനിഫിറ്റ് കിട്ടണം എന്നുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഉദ്ദേശം ഇതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് റെഡ്യൂസ് എക്സാം പ്രഷറാണ്. അപ്പോൾ ഇത് ഇൻകോപ്പറേറ്റ് ചെയ്യുമ്പോൾ അവർ പ്രതീക്ഷിച്ച കാര്യം ഇതാണ്. കാര്യം ഈ എക്സാം ഒരൊറ്റ ദിവസം വരുമ്പോൾ ഈശ്വര എൻ്റെ ഭാവി ഈ 3 മണിക്കൂർ അല്ലെങ്കിൽ ഈ 6 മണിക്കൂറിലാണ് ഇരിക്കുന്നത് എന്ന് പറയുന്ന അവരെ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് അവരെ ഒരു പിരിമുറുക്കം സൃഷ്ടിക്കും എന്നുള്ളൊരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ ബോർഡ് എക്സാം കൂടെ ചേർത്ത് ഇൻകോപ്പറേറ്റ് ചെയ്തത്. അപ്പോൾ 2 വർഷത്തിലൂടെ പതുക്കെ സമയമെടുത്ത് അധ്യാപകരോടൊക്കെ ഡൗട്ടൊക്കെ ചോദിച്ച് പതുക്കെ സ്കോർ ചെയ്യുന്ന ബോർഡ് എക്സാമിന് ഇതിനകത്ത് ഈക്വൽ വെയിറ്റേജിലേക്ക് വരുമ്പോഴത്തേക്കും ആ പറയുന്ന എക്സാം പ്രഷർ കുറയും എന്നൊരു പോയിന്റാണ് പിന്നീട് അവർ പരിഗണിച്ചത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കോംപ്രിഹെൻസീവ് ലേണിംഗ്. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒബ്ജക്റ്റീവ്, ഈ പറഞ്ഞ പോലെ ഷോർട്ട് കട്ട്സ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഉത്തരത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം അതല്ലാതെ മറ്റ് ആസ് ആൻ എഞ്ചിനീയർ നിങ്ങൾ ഒരു പുറം ലോകത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന ഒരുപാട് പ്രോബ്ലംസിന് ശരിക്കും പറഞ്ഞാൽ സൊല്യൂഷൻ ഒറ്റയടിക്ക് കിട്ടുന്നതായിരിക്കത്തില്ല അല്ലേ. അതിന് ചിലപ്പം വളരെ ഡീപ്പായിട്ടുള്ള കുറച്ച് സമയം ഇരുന്നിട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഒക്കെ ഒരുപക്ഷെ ഇൻവോൾവ് ആയിരിക്കും. ഡിസൈൻ സ്റ്റെപ്സ് ഫോർ എക്സാമ്പിൾ അല്ലേ, നമ്മളൊരു സാധനം ഡിസൈൻ ചെയ്യണമെങ്കിൽ അതൊന്നും ഒറ്റയടിക്ക് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് അത് ഡിസൈൻ ചെയ്യാനായിട്ട് അതിന് പരിഗണിക്കേണ്ട കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള കഴിവുള്ളവരെ നമുക്ക് എഞ്ചിനീയറിങ്ങിന് ആവശ്യമുണ്ട്. അപ്പോൾ അതാണ് ഒരു പരിഗണന. അപ്പോൾ കോംപ്രിഹെൻസീവ് ലേണിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു കാരണം, അങ്ങനെ ഒരു കാരണം കൂടി ഇതിനകത്ത് പരിഗണിച്ചിരുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഓവർ ഡിപ്പെൻഡൻസി ഓൺ എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, അത് ഒഴിവാക്കണം എന്നൊരു ഉദ്ദേശം കൂടി ഇത് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നതിനകത്ത് ഉണ്ടായിരുന്നു. കാര്യം എൻട്രൻസിന് ഇത് പ്രജുഡിസ് അല്ലെങ്കിൽ നോഷൻ ഇതാണ്, എൻട്രൻസിന് പഠിക്കാൻ പോകുന്നവർ കാശുള്ള വീട്ടിലെ കുട്ടികളാണ്. അപ്പോൾ അധികം സാമ്പത്തികം ഇല്ലാത്തവർ ഇത് പഠിക്കാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ സ്കൂളിലെ മാത്രം പഠിക്കുന്നു, അവർക്ക് സ്കൂളിൽ നല്ല മാർക്ക് കിട്ടുന്നു. പക്ഷേ നല്ല കഴിവുള്ള കുട്ടികൾ, പരിശ്രമശാലികളായ കുട്ടികൾ ബോർഡ് എക്സാമിന് നല്ല മാർക്ക് വാങ്ങിക്കുന്നു. പക്ഷേ അവർക്ക് എൻട്രൻസ് കോച്ചിങ്ങിന് പോകാനായിട്ട് സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് അവർക്ക് നല്ല സ്കോർ അവിടെ കിട്ടുന്നില്ല.
അപ്പോൾ അതുകൊണ്ട് ഈ ഹയർ എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല സാമ്പത്തികമുള്ള വീടുകളിൽ നിന്ന് ഉള്ള കുട്ടികൾക്ക് മാത്രം അവസരങ്ങൾ ഒരുപാട് ഉണ്ടാകുന്നു എന്നുള്ള ഒരു പ്രശ്നം പരിഹരിക്കാൻ കൂടിയാണ് ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് കേരളത്തിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാനും നമ്മൾ കണ്ട ഉദ്ദേശം. ഈ പറഞ്ഞ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫലപ്രാപ്തിയിൽ എത്തിയോ എന്നുള്ളതാണ് ഇതിനകത്ത് ഡിബേറ്റബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. കാരണം 3 വർഷത്തിന് ശേഷം അതേ IIT JEE അവരെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത കമ്മിറ്റി, അശോക് മിശ്രയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി, അതിനകത്ത് ഈവൻ നമ്മുടെ പ്രഗത്ഭയായിട്ടുള്ള ടെസി തോമസ് ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു ഉദ്ദേശ ലക്ഷ്യത്തിൽ നമ്മളിത് നടപ്പിലാക്കിയെങ്കിലും നമ്മൾ ഉദ്ദേശിച്ചതിന് നേരെ വിപരീത ഫലമാണ് അതിനകത്ത് സംഭവിച്ചിരിക്കുന്നത്. കാരണം ഈ എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്നത് സമ്പത്തുള്ള വീട്ടിലെ കുട്ടികളാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് നമ്മളത് ചെയ്തതെങ്കിലും ഇപ്പോൾ ഈ ബോർഡ് എക്സാമിന് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തപ്പോൾ അതേ ബോർഡ് എക്സാമിനും കോമ്പറ്റൻസി കൂടുകയും ഈ പറഞ്ഞ സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന വീട്ടിലെ കുട്ടികൾ തന്നെ അതിനുള്ള ട്യൂഷനുകൾ കൂടി പോകുന്നത് കൊണ്ട് ഒരു സാഹചര്യം വന്നപ്പോൾ അവർ വീണ്ടും നന്നായിട്ട് സ്കോർ ചെയ്ത് പോവുകയും ഈ പറഞ്ഞ ഡിവൈഡ് അതുപോലെ തന്നെ നിലനിൽക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. എന്ന് വെച്ചാൽ ഇൻഫാക്ട് കോച്ചിങ് ഇൻഡസ്ട്രി ഡിപ്പെൻഡ് ചെയ്യേണ്ട എന്ന് വിചാരിച്ച സാഹചര്യത്തിൽ അവരെ അമിതമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുകയാണ് ഉണ്ടായത്. കൂടാതെ ഈ എക്സാം പ്രഷറൊക്കെ ലിമിറ്റ് ചെയ്യുമെന്നൊക്കെയുള്ള ആ ഒരു അസംഷനൊക്കെ കംപ്ലീറ്റ്ലി തെറ്റാണ് എന്ന് തെളിയിക്കപ്പെട്ടു. കാരണം പിള്ളേർ എന്തൊക്കെ പറഞ്ഞാലും എൻട്രൻസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് പ്രഷർ തന്നെയാണ്. അപ്പോൾ ഇത് ബോർഡ് എക്സാം ഒരു സൈഡിൽ കൂടെ പോയി, പക്ഷേ എൻട്രൻസ് എക്സാമിലേക്ക് എത്തുമ്പോഴത്തേക്ക് അത് ഡെഫിനറ്റ്ലി അവരുടെ ഭാവിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. അത് ഈ പറഞ്ഞ ബോർഡ് എക്സാം കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും തരത്തിൽ അവരുടെ പ്രഷർ കുറഞ്ഞതായിട്ട് യാതൊരു കണ്ടെത്തലും ഉണ്ടായിട്ടുമില്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉദ്ദേശ ലക്ഷ്യങ്ങളൊന്നും തന്നെ ഫലപ്രാപ്തിയിൽ എത്തിയില്ല എന്ന് വ്യക്തമായി ഒരു വളരെ നല്ല ഒരു കമ്മിറ്റി, മനസ്സിലായില്ലേ, വളരെ വളരെ പ്രഗത്ഭരായിട്ടുള്ള അതാത് ഫീൽഡുകളിലെ വളരെ വളരെ വലിയ പേഴ്സണാലിറ്റീസ് ആണ് ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഓൺലൈനിൽ സെർച്ച് ചെയ്ത് നോക്കാം. ഇങ്ങനെയുള്ള വ്യക്തികൾ ഇരുന്ന് ഇതുപോലെ ഒരു വ്യക്തമായ ഒരു അവലോകനം നടത്തി ഈ സാധനം ഇന്നത്തോടെ അവസാനിപ്പിക്കുക എന്നൊരു റിപ്പോർട്ട് കൊടുക്കുകയും IIT JEE ഇതെടുത്ത് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് 3 വർഷം കൊണ്ട് IIT JEE ഈ ഒരു സംവിധാനം ഒഴിവാക്കി എന്ന പാഠത്തിൽ നിന്നെങ്കിലും നമ്മൾ മാതൃക ഉൾക്കൊണ്ട് ഈ ഒരു വൈകിയ വേളയിലെങ്കിലും നമ്മുടെ കുട്ടികൾക്ക്, പ്രത്യേകിച്ചും നമ്മുടെ വളരെ സമർത്ഥമായിട്ട് കഷ്ടപ്പെട്ട് മാർക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഈ കേരള സിലബസിലുള്ള കുട്ടികളെ നമ്മൾ കൂടുതൽ വഞ്ചിക്കാതെ, കൂടുതൽ അവരെ ബുദ്ധിമുട്ടിലാക്കാതെ അവർക്കൊരു എംപവർമെൻറ്റ് കൊടുക്കുകയും എൻട്രൻസിലൂടെ അവർക്ക് വളരെ നല്ല ഫ്യൂച്ചർ കൈവരാനായിട്ടുള്ള ഒരു സാഹചര്യം വഴിയൊരുക്കുകയും ചെയ്യുകയാണ് ഇത്തരത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. ഇത് വർഷങ്ങളായിട്ട് ഫോളോ ചെയ്തു വരുന്ന ഒരു പ്രോസസ്സാണ്. സെയിം ഇക്വേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്, എല്ലാം സെയിം ആണ് അല്ലേ, 2011 മുതൽ. പക്ഷേ ഇപ്പോൾ ഇത് ഒരു വലിയ പ്രശ്നമായിട്ട് നമ്മൾ മുന്നിൽ കാണുകയാണ്. ഇതിലൊരു ഗൂഢാലോചനയെന്നോ ഒരു അഴിമതിയെന്നോ നമുക്ക് ആസച്ച് പറയാനില്ല. ഈ ഇക്വേഷൻസ് വർഷങ്ങളായിട്ട് യൂസ് ചെയ്ത് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു ഈ റാങ്ക് ലിസ്റ്റ് റദ്ദ് ചെയ്യപ്പെടുമെന്നോ കോടതി ഇടപെടുമെന്നോ ഉള്ള രീതിയിലുള്ള പ്രത്യാശകൾ നമ്മൾ വെച്ച് പുലർത്തുന്നതിൽ കാര്യമില്ല. ഇത് സംഭവിച്ചത് എന്താണ്? +2വിൻ്റെ വിജയ ശതമാനം ഉയർത്താനുള്ള വ്യഗ്രതയിൽ സംഭവിച്ച ഒരു അക്കിടിയാണ്. ശരിയല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആവേണ്ടിയിരുന്ന ആ ഡിസ്ട്രിബ്യൂഷൻ അല്പം സ്ക്യൂഡ് ആവുകയും തത്ഫലമായിട്ട് ആവറേജിന് മുകളിൽ വളരെ നന്നായിട്ട് സ്കോർ ചെയ്ത കുട്ടികൾക്ക് ഒരു ഡിസഡ്വാൻറ്റേജ് വരികയും ചെയ്തു. അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനി മുന്നോട്ട് എന്ത് ചെയ്യാം എന്നുള്ള കാര്യമാണ് ആലോചിക്കേണ്ടത്. ആ സ്ക്യൂനെസ് കറക്റ്റ് ചെയ്യാനായിട്ട് ഓഫ് കോഴ്സ് മാത്തമാറ്റിക്കൽ ടൂൾസ് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ ഇതിൻ്റെ പ്രസക്തി എങ്ങനെയാണ് IIT JEE ഇതിനെ ഹാൻഡിൽ ചെയ്തെന്നുള്ള രീതിയിലുള്ള മാതൃക നമുക്ക് വേണമെങ്കിൽ ഉൾക്കൊള്ളാം. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്ത് അതൊക്കെ എക്സ്റ്റേണൽ കാര്യങ്ങളാണ്. നമ്മൾ ഓരോരുത്തരും, നിങ്ങൾ ഓരോരുത്തരും സ്റ്റുഡൻസ് ആയിട്ട് ആസ്പിറൻസ് ആയിട്ടുള്ള ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന ചില കറക്റ്റ് മെഷേഴ്സ് ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ ഇഷ്ടപ്പെട്ട കോളേജോ ബ്രാഞ്ചോ ഈ ഒരു കാരണത്താൽ ചിലപ്പോൾ ഒരുപക്ഷെ പൊടിക്ക് അത് നഷ്ടപ്പെട്ടുണ്ടാവും അല്ലേ, അത് നഷ്ടപ്പെട്ട് നിങ്ങൾ മറ്റൊരിടത്ത് പോയി പഠിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ജീവിക്കുന്ന ലോകത്ത് ഒരുപാട് റവല്യൂഷണറി മാറ്റങ്ങൾ സംഭവിച്ചതിൻ്റെ കൂട്ടത്തിൽ നടന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? പണ്ട് ഏറ്റവും നല്ല കോളേജിൽ പഠിച്ചിറങ്ങിയ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഏറ്റവും നല്ല ബ്രാഞ്ച് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥിക്ക് ആ ഒരു ബൈ ഡിഫോൾട്ട് അവനൊരു വില ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത് അങ്ങനെയല്ല. ഇന്ന് സ്കിൽ ബേസ്ഡ് ആണ് ആൾക്കാർ ജോലി കണ്ടെത്തുന്നതും ജോലിയിൽ നിലനിന്ന് പോകുന്നതും. ഒരിക്കലും ഒരു നല്ല കോളേജിൽ നല്ല കോഴ്സ് പഠിച്ചിറങ്ങിയ ആളിനെ ബൈ ഡിഫോൾട്ട് ഇന്ന് കഴിവുള്ള ആളെന്ന് ബൈ ഡിഫോൾട്ട് ആരും അംഗീകരിക്കുന്നില്ല. അവൻ്റെ സ്കിൽസ് നോക്കിയാണ് അവന് ജോലി കിട്ടുന്നത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വരുന്ന 4 വർഷം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് നിങ്ങൾ അഡോപ്റ്റ് ചെയ്യാം. കാരണം ഇനിയും വരുന്ന ആളുകളിൽ കോളേജ് എന്നോ ഡിഗ്രി സർട്ടിഫിക്കറ്റോ പോലും ഇല്ലാത്തവർക്ക്, പക്ഷേ അവൻ റൈറ്റ്ലി സ്കിൽഡ് ആണെങ്കിൽ അതാത് കാലങ്ങളിൽ കാലം ആവശ്യപ്പെടുന്ന, ഇൻഡസ്ട്രി ആവശ്യപ്പെടുന്ന അപ്സ്കില്ലുകൾ നിങ്ങൾ കൃത്യമായ ഇൻ്റർവെല്ലുകളിൽ കൃത്യമായ സമയങ്ങളിൽ അത് അപ്സ്കില്ല് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രിയെക്കാട്ടിലും കോളേജിനും അപ്പുറത്ത് നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ്. ഒരിക്കലും കോളേജിൻ്റെ പേരിലോ ഈ കോഴ്സിൻ്റെ പേരിലോ ഒരു പ്ലേസ്മെൻറ്റ് കിട്ടിയെങ്കിൽ കൂടിയും അവിടെ നിലനിന്ന് പോകണമെങ്കിൽ നിങ്ങൾക്ക് കഴിവില്ലാതെ, സ്കില്ലില്ലാതെ അത് ചെയ്യാനായിട്ട് സാധ്യമല്ല. അപ്പോൾ കോളേജസ് തരുന്നത് ശരിക്കും പറഞ്ഞ ഒരു സ്റ്റാർട്ടർ മാത്രമാണ്, ഒരു ഇനിഷ്യൽ ഒരു പുഷ് തരുന്നത് മാത്രമാണ്. നിങ്ങൾ ഉദ്ദേശിച്ച കോളേജ് കിട്ടിയില്ലെങ്കിൽ പോലും ഈ പറയുന്ന രീതിയിൽ അപ്സ്കില്ലിംഗ് നടത്തുകയും കൃത്യമായ ഒരു സ്ട്രാറ്റജി 4 വർഷം പ്ലാൻ ചെയ്യുകയും നിങ്ങളുടെ ഇൻറ്റേൺഷിപ്സ് നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രോഗ്രാംസ് നിങ്ങൾക്ക് കോളേജിനപ്പുറത്ത് നിങ്ങൾ IIT ലെവലിലുള്ള ഒരുപാട് സ്വയം ആപ്പിലൂടെയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് മറ്റു കോഴ്സുകൾ ഇതിൻ്റെ സമാന്തരമായിട്ട് നിങ്ങൾക്ക് ചെയ്തു പോകാം.
അങ്ങനെയാണ് നിങ്ങൾ ഭാവിയിലേക്കുള്ള ജോബ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യുന്നത്, നിങ്ങളുടെ ആ അപ്സ്കില്ലിംഗ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രോപ്പർ നല്ല കരിയർ പ്ലാനിങ് നിങ്ങൾ നടത്തുക. ഒരുപക്ഷെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ കോളേജ്, ആ ബ്രാഞ്ച് അല്ലേ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടാതെ പോയ ആ കോളേജിൽ, കിട്ടാതെ പോയ ആ കോഴ്സിൽ നിന്ന് കിട്ടിയേക്കാമായിരുന്ന പ്ലേസ്മെന്റ് ഉണ്ടല്ലോ, ആ പ്ലേസ്മെന്റ് നിങ്ങൾക്ക് തരുമായിരുന്ന ഒരു അവസരം അല്ലെ, അതിനെക്കാട്ടിലും വളരെ വളരെ വലിയ അവസരങ്ങളും ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾക്ക് കിട്ടും. എങ്ങനെയാണ്? നിങ്ങൾക്ക് ഏത് കോളേജിൽ ഇരുന്നു കൊണ്ടും, നിങ്ങൾക്ക് ഈവൻ വീട്ടിലിരുന്നു കൊണ്ടും ചെയ്യാവുന്ന ഒരുപാട് അപ്സ്കില്ലിംഗ് ഉണ്ട്. കോളേജിലെ ഈ 4 വർഷവും നിങ്ങൾക്ക് ചെയ്യാവുന്ന പ്ലാനിങ്സ് ഉണ്ട്. ഇന്റേൺഷിപ്സിലും പ്രൊജക്ട്സിലും ഒക്കെ ചെയ്യാവുന്ന ഒരുപാട് പ്ലാനിംഗ് ഉണ്ട്. ഇത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായ രീതിയിൽ സ്കിൽഡ് ആണ് എങ്കിൽ, നിങ്ങൾ കൃത്യമായ ഇടവേളകളിൽ അത് കൃത്യമായി അപ്സ്കിൽ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോബ് സെക്യൂരിറ്റിയിലോ നിങ്ങൾക്ക് ഭാവിയിലോ ഒന്നും യാതൊരു വിധത്തിലും ആകുലപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മുന്നിൽ ഒരുപാട് വാതിലുകൾ തുറന്നു കിടക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഈ നിരാശയിൽ ഈ ഒരു വിഷമത്തിൽ നിങ്ങൾ വീണു പോകരുത്. നിങ്ങൾ വളരെ ഉയർന്ന ശക്തിയോടുകൂടി ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നുയരുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കേരളത്തിലെ 1ാം നമ്പർ കോളേജിൽ നിന്ന് കോർ പ്ലേസ്മെന്റ് കിട്ടി തന്നെ ഇറങ്ങിയ ഒരു വ്യക്തിയാണ് ഞാനും. പക്ഷേ എൻ്റെ ബാച്ചിലെ അല്ലെങ്കിൽ സീനിയേഴ്സ് ജൂനിയേഴ്സ് ഏത് ബാച്ചിലോട്ട് ഞാൻ നോക്കിയാലും എനിക്ക് കാണാൻ കഴിയുന്നത് 5% താഴെ ആൾക്കാർ മാത്രമാണ് അന്ന് കിട്ടിയ പ്ലേസ്മെന്റിൽ തന്നെ തുടർന്ന് നിൽക്കുന്നത്. ബാക്കി എല്ലാവരും തന്നെ സ്വയം നടത്തിയ ഒരു അപ്സ്കില്ലിങ്ങിന്റെ ഭാഗമായിട്ട്, അവർ അക്വയർ ചെയ്ത സ്കിൽസിന്റെ ഭാഗമായിട്ട് പുതിയ ജോലികൾ അല്ലെങ്കിൽ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി പോവുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ അവർ ഗവൺമെന്റ് സെക്ടറിലേക്ക് പരീക്ഷകൾ എഴുതി സെലക്ട് ആവുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്വന്തമായിട്ടുള്ള ഒരു വളർച്ച അത് നിങ്ങൾക്ക് ഈ 4 വർഷത്തിൽ ചെയ്യാൻ കഴിയും. കൃത്യമായ പ്ലാനിങ് നിങ്ങൾക്ക് അതിന് ആവശ്യമാണ്. നിങ്ങളത് ചെയ്യുക തന്നെ വേണം. ഇൻ കേസ് ഈ 4 വർഷത്തിൽ നിങ്ങൾക്ക് കരിയറിൽ എന്ത് തരത്തിലുള്ള സംശയങ്ങൾ, നിങ്ങളുടെ അപ്സ്കില്ലിംഗ് എങ്ങനെ ചെയ്യണം, നിങ്ങളുടെ കരിയർ എങ്ങനെ പ്ലാൻ ചെയ്യണം, എന്ത് തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. സോ നിങ്ങളുടെ കരിയർ ഡെവലപ്മെന്റിന്, നിങ്ങളുടെ കരിയറിൽ ഒരു നല്ല ഗൈഡൻസ് തരുവാനായിട്ട് എംസിഗ്മ ഗോകുലം എന്നും പ്രതിജ്ഞാബദ്ധമായി റെസ്പോൺസിബിൾ ആയിട്ട് നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.